ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇപ്പം നമ്മൾ രണ്ട് ടെൻസ് ഫോംസ് എടുത്ത്, ഒന്ന് പ്രസൻറ്റ് ടെൻസിലെ സിമ്പിൾ പ്രസൻറ്റ്, പാസ്റ്റ് ടെൻസിലെ സിമ്പിൾ പാസ്റ്റ്, ഇനി സിമ്പിൾ ഫ്യൂച്ചർ. എല്ലാ ടെൻസിലും 4 രൂപങ്ങളുടെ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ പ്രസൻറ്റിലെ താരം ഡു ഡസ് ആണ്. 24 താരങ്ങളുണ്ട് ഇംഗ്ലീഷിൽ, അതായത് 24 ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് പറയും. അപ്പം പ്രസൻറ്റ് ടെൻസിൽ ഡു ഡസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഡു ഡസ്, സിമ്പിൾ പാസ്റ്റിൽ ഡിഡ്, സിമ്പിൾ ഫ്യൂച്ചറിലോ വില്ലാണ് പ്രധാന കഥാപാത്രം. വില്ലും ഷാളും ഉണ്ട്. ഷാൾ അങ്ങനെ ഉപയോഗിക്കാറില്ല, ഷാളിൻ്റെ ഉപയോഗം വളരെ താരതമ്യേന കുറവാണ്. അപ്പോൾ വില്ലാണ് പ്രധാന കഥാപാത്രത്തിൽ. വില്ലിൻ്റെ അർത്ഥം എന്നാണ്, അതായത് ഭാവിയിലെ കാര്യങ്ങൾ സൂചിപ്പിക്കാനത് ഉപയോഗിക്കാം. ഭാവിയിൽ നടക്കുന്ന കാര്യം, അടുത്ത നിമിഷം അങ്ങോട്ടൊക്കെ നമ്മളെ ഭാവിയാണ്. നാളെ എന്ന് എല്ലാവരും പറയാം, പക്ഷേ അടുത്ത നിമിഷം അങ്ങോട്ട് ഭാവിയാണ്. അപ്പോൾ അടുത്ത നിമിഷത്തിലേക്ക് എല്ലാം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ഫോമാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഈ സിമ്പിൾ ഫ്യൂച്ചറിലെ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലാണ് മെയിൻ കഥാപാത്രം. അപ്പം വില്ലിൻ്റെ അർത്ഥം ഇട്ടിട്ടൊരു പൂജ വില്ലിൻ്റെ അർത്ഥം എന്നാണ് അർത്ഥം, അതായത് ഫ്യൂച്ചറിലേക്കാണ് സൂചിപ്പിക്കണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്ന സെൻറ്റൻസ് പെട്ടെന്ന്, ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോകും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എല്ലാ ടെൻസ് ഫോമിലും പറയുമ്പോൾ തന്നെ 7 പ്രോനൗൺ ഉണ്ട്. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, 7 പ്രോനൗൺ. ഈ 7 പ്രോനൗണും ഈ വില്ലിൻ്റെ കൂടെ ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ വില്ലിന് ശേഷം V1 ഫോമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക: സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. അതായത് ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്, അത് സബ്ജക്റ്റ് ഐ, ഓക്സിലറി വെർബ് വിൽ, അത് കഴിഞ്ഞിട്ട് വെർബ് ഗോ ടു ദ മാർക്കറ്റ്. ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപ്പോസിഷനാണ്. ടു ദ മാർക്കറ്റാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്. പ്രപ്പോസിഷനാണ്, ഗതി എന്ന് പറഞ്ഞാൽ ഒരു സൂചിപ്പിക്കുകയാണ്, ഒരു ഭാഗത്തെ കാണിക്കുകയാണ് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങനെ 180 പ്രപ്പോസിഷൻസ് ഇംഗ്ലീഷിലുണ്ട്, അത് വേറെ ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിൽ പോകും. ഓക്കെ, സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 4 ഫോമും നമ്മൾ പഠിക്കണം. ഒരു ഓക്സിലറി വെർബ് ഉപയോഗിച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ 4 ഫോമുകൾ. ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്, നെഗറ്റീവ് എന്താണ്? ഐ വിൽ നോട്ട് ഗോ ടു ദ മാർക്കറ്റ്. അതിൽ എൻ്റെ കൺട്രാക്ഷൻ, ചുരുക്കം, ഐ വോണ്ട് ഗോ ടു ദ മാർക്കറ്റ്. ഐ വോണ്ട് ഗോ ടു ദ മാർക്കറ്റ്. ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്, ഐ വോണ്ട് ഗോ ടു ദ മാർക്കറ്റ്. അതായത് ഞാൻ മാർക്കറ്റിൽ പോകില്ല, പോകില്ല എന്നാക്കും, പോകില്ല എന്നാ പറഞ്ഞ കേട്ടോ. അതായത് ഡിഡ് വെച്ച് പറയാണല്ലോ, ഐ ഡിഡിൻ ഗോ ടു ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്കറ്റിൽ പോയില്ല. ഐ വോണ്ട് ഗോ ടു ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്കറ്റിൽ പോകില്ല എന്നാ, പോകില്ല, അതായത് പോകുമായിരിക്കില്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ചോദ്യം, വിൽ യു ഗോ ടു ദ മാർക്കറ്റ്, നിങ്ങൾ മാർക്കറ്റിൽ പോകുമോ? വിൽ യു ഗോ ടു ദ മാർക്കറ്റ്, നിങ്ങൾ മാർക്കറ്റിൽ പോകുമോ? വിൽ യു ഗോ ടു ദ മാർക്കറ്റ്. ഓക്കെ, നിങ്ങൾ മാർക്കറ്റിൽ പോകുമോ എന്നാണ് കേട്ടോ. വിൽ യു ഗോ ടു ദ മാർക്കറ്റ്, ആ മോ എന്നുള്ള പിടിച്ച് വെക്കുക. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് തലച്ചോറിൽ സേവ് ചെയ്യണം, വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ട്. ഓക്കെ, വിൽ യു ഗോ ടു ദ മാർക്കറ്റ്, നിങ്ങൾ മാർക്കറ്റിൽ പോകുമോ എന്നാണ് അതിൻ്റെ അർത്ഥം. മാർക്കറ്റിൽ പോകില്ലേ, വോണ്ട് യു ഗോ ടു ദ മാർക്കറ്റ്. മാർക്കറ്റിൽ പോയില്ല എന്നാൽ വോണ്ട് യു വിൽ നോട്ട് യു ഗോ ടു ദ മാർക്കറ്റ്, അതാണ് വോണ്ട് യു ഗോ ടു ദ മാർക്കറ്റ്. മാർക്കറ്റിൽ പോയില്ലേ. ഒന്നുകൂടി പറയാം, ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിൽ പോകും. ഐ വോണ്ട് ഗോ ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിൽ പോകില്ല. വിൽ യു ഗോ ടു ദ മാർക്കറ്റ്, നിങ്ങൾ മാർക്കറ്റിൽ പോകുമോ? വോണ്ട് യു ഗോ ടു ദ മാർക്കറ്റ്, നിങ്ങൾ മാർക്കറ്റിൽ പോവില്ലേ. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു സെൻറ്റൻസ് കിട്ടിയാൽ, ഒരു ഓക്സിലറി വെർബുള്ള ഒരു സെൻറ്റൻസ് കിട്ടിയാൽ 4 രൂപത്തിലാക്കി മാറ്റി. ഇനി ഇതിൻ്റെ കൂടെ WH ഫോം ചെയ്യുക, ഫോമുകളും ആഡ് ചെയ്യാൻ പഠിക്കുക. ആപ്റ്റായത് 10. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പറയുന്നത് പോലെ അതിനായിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കാണാം. അപ്പം നമുക്ക് WH ഫോംസ് വെച്ചിട്ട് പറഞ്ഞല്ലോ, നീ മാർക്കറ്റിൽ പോകുമോ?
നീ മാർക്കറ്റിൽ പോകുമോ? വിൽ യു ഗോ ടു ദ മാർക്കറ്റ്? അതിൻ്റെ കൂടെ WH ഫോംസ് ആഡ് ചെയ്താലോ? വെൻ വിൽ യു ഗോ ടു ദ മാർക്കറ്റ്? നീ എപ്പോൾ മാർക്കറ്റിൽ പോകും? ഹൗ വിൽ യു ഗോ ടു ദ മാർക്കറ്റ്? നീ മാർക്കറ്റിൽ എങ്ങനെ പോകും? വിത്ത് ഹൂം വിൽ യു ഗോ ടു ദ മാർക്കറ്റ്? നീ ആരെ കൂടെ പോകും? വാട്ട് ടൈം വിൽ യു ഗോ ടു ദ മാർക്കറ്റ്? നീ ഏത് സമയത്ത് പോകും? പിന്നെ വോണ്ട് യു ഗോ ടു ദ മാർക്കറ്റ്? നീ മാർക്കറ്റിൽ പോയില്ലേ? അതിൻ്റെ കൂടെ വൈ വെച്ച് നോക്കൂ. വൈ വോണ്ട് യു ഗോ ടു ദ മാർക്കറ്റ്? നീ എന്തുകൊണ്ട് മാർക്കറ്റിൽ പോവില്ല? അങ്ങനെ ആപ്റ്റായ WH ഫോംസും കൂടി ആഡ് ചെയ്ത് പഠിക്കാം. ഈ ഒരു ടെൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പഠിക്കാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത്, എല്ലാ ടെൻസിനും ഓരോ ടൈം എക്സ്പ്രഷൻസ് ഉണ്ട്. ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ് ടുമോറോ, ഞാൻ നാളെ മാർക്കറ്റിൽ പോകും. ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ് നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് ഇയർ. ഇതൊക്കെ ഇതിൻ്റെ ഓരോ ടെൻസിൻ്റെ ടൈം എക്സ്പ്രഷൻ ഉണ്ട്. ഓരോ ടെൻസിനും ഓരോ ടൈം എക്സ്പ്രഷൻസ് കാണാൻ പറ്റും. ഇത് ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കാം. നിങ്ങൾ ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ് ലേറ്റർ, ഞാൻ പിന്നീട് പോകും. ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ് സൂൺ, ഞാൻ വൈകാതെ, ഞാൻ പെട്ടെന്ന് പോകും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ളത് പോലെ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു ചെറിയ സെൻറ്റൻസ് എടുത്തിട്ട് ഈ ടെൻസിൽ എല്ലാ ടെൻസിലും ഞാൻ കഴിഞ്ഞ 2 ടെൻസിലായി പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ സെൻറ്റൻസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക ആദ്യം. കാരണം ഈ ഒരു സ്ട്രക്ചർ നമ്മൾ തലച്ചോറിലാകാൻ. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 ക്ലാസ്സിലും പറഞ്ഞതുപോലെ സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ പറയുകയാണ്. ഐ വിൽ ഗോ, ഞാൻ പോകും. ഞാൻ പോകില്ല, ഐ വോണ്ട് ഗോ. നിങ്ങൾ പോകുമോ? വിൽ യു ഗോ? നിങ്ങൾ പോകില്ലേ? വോണ്ട് യു ഗോ? നിങ്ങളെപ്പോൾ പോകും? വെൻ വിൽ യു ഗോ? നിങ്ങൾ എങ്ങനെ പോകും? ഹൗ വിൽ യു ഗോ? നിങ്ങൾ ഏത് സമയത്ത് പോകും? വാട്ട് ടൈം വിൽ യു ഗോ? നിങ്ങൾ ആരെ കൂടെ പോകും? വിത്ത് ഹൂം വിൽ യു ഗോ? നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല? വൈ വോണ്ട് യു ഗോ? ഇത് സ്പീഡ് പറഞ്ഞു പഠിക്കുക. ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വോണ്ട് ഗോ, ഞാൻ പോകില്ല. വിൽ യു ഗോ? നിങ്ങൾ പോകും. വോണ്ട് യു ഗോ? നിങ്ങൾ പോകില്ല. വാട്ട് ടൈം വിൽ യു ഗോ? നിങ്ങൾ ഏത് സമയത്ത് പോകും? വിത്ത് ഹൂം വിൽ യു ഗോ? ഇങ്ങനെ സ്പീഡ് പറഞ്ഞു പഠിച്ചിട്ട് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ തലച്ചോറിൽ ഭാഗമാക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ തലച്ചോറിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അല്ലാതെ പ്രാക്ടീസ് ഇല്ലാതെ ഒരിക്കലും വരില്ല. നമ്മൾ തലച്ചോറിനെ നമ്മൾ തന്നെ നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ക്ലാസ് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളെ സാന്നിധ്യം അറിയിക്കുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ.